ഒരിക്കലും ചാത്തൻ ചെകുത്താനല്ല, ചാത്തൻ ശാസ്താവാണ്, സാത്താനാണ് ചെകുത്താൻ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടില്ലെങ്കിൽ ആ കേൾക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ തരാതിരിക്കുന്നതാണ് അനുഗ്രഹം എന്ന് കരുതിക്കോളൂ. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണുവായ എന്ന് പറയുന്ന ഈ ഒരു ഇന്ന് വിളിക്കുന്ന ചാത്തൻ സ്വാമിയുടെ വളരെ പരിഷ്കൃതമായിട്ടുള്ള രൂപം, ആ രൂപത്തിന് പുറകിൽ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂളിവാക എന്ന് പറയുന്ന പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ചാത്തനെ കാണുന്നത്. ചാത്തൻ ഞാൻ ഗുരുവായൂരപ്പനിൽ കണക്ട് ആവുന്നത് പോലെ ചിലപ്പോൾ ചിത്രയ്ക്ക് മഹാദേവനിലാവും കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക, വേറൊരാൾക്ക് അയ്യപ്പസ്വാമിയിലാവും കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടാവുക, വേറൊരാൾക്ക് ചിലപ്പോൾ വിഷ്ണുമായ സ്വാമിയിലായിരിക്കും. എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും അയാളുടെ ആരാധന അധമവും എന്റേത് ഉത്തമാവും എന്ന് പറയാൻ എന്ത് അധികാരം? ചാത്തൻ തന്നെയാണ് ശാസ്താവ്, ശാസ്താവ് തന്നെയാണ് ചാത്തൻ. ഞാൻ പറഞ്ഞതല്ല, ചിദാനന്ദപതി സ്വാമി ഉൾപ്പെടെയുള്ള ഈ ധർമ്മത്തിന്റെ ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന ആചാര്യന്മാരുൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരാധനാമൂർത്തികൾ എന്ന് പറയുന്നത്